ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം. ഇത് നമ്മളാരും ഉദ്ദേശിച്ച, നമ്മളാരും ആഗ്രഹിച്ച ഒരു തെരഞ്ഞെടുപ്പൊന്നുമല്ല. ഇടതുപക്ഷ LDF സർക്കാരിൻ്റെ ഭാഗമായ, LDFിൻ്റെ ഭാഗമായ ഒരു MLA ആ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും ഒക്കെ പ്രവർത്തനങ്ങളിൽ ശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം രാജിവെച്ച് മൂലമുണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യണം. കഴിഞ്ഞ 8-9 വർഷമായി കേരളത്തിലെ ജനങ്ങളെ ഇത്രയധികമായിട്ട് ദുരിതത്തിലാക്കിയിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണിത്. ജനങ്ങൾ ഇത്രയേറെ പ്രയാസത്തിലായിട്ടുള്ള ഒരു കാലഘട്ടം മുൻപെങ്കും ഉണ്ടായിട്ടില്ല. എല്ലാത്തിനും വില വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റാണ്. വില വർദ്ധിക്കാത്തതായിട്ടൊന്നുമില്ല. ഇവിടെ ഇരിക്കുന്നത് പരമാവധി സ്ത്രീകളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെയൊക്കെ വീടുകളിലെ സാഹചര്യങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാവും. വൈദ്യുതി ചാർജ് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 3 തവണയാണ് ഈ ഗവൺമെൻറ് വർദ്ധിപ്പിച്ചത്. 3 തവണ. നിങ്ങൾ കഴിഞ്ഞ മാസത്തെ കറണ്ട് ബില്ലും ഈ മാസത്തെ കറണ്ട് ബില്ലും ഒന്നെടുത്ത് ആരെങ്കിലും നിങ്ങളൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്നവരാണെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കുക. എത്ര രൂപയുടെ വ്യത്യാസമാണ് നമ്മൾ വൈദ്യുതി ചാർജിൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ വെള്ളക്കരം, കഴിഞ്ഞ വർഷം നമ്മൾ ഇതേ സമയത്ത് കൊടുക്കുന്ന നമ്മൾ വാട്ടർ അതോറിറ്റിയുടെ ബില്ലും ഈ വർഷം കൊടുക്കേണ്ടി വരുന്ന ഈ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ബില്ലും പരിശോധിക്കുക. എത്ര രൂപയുടെ വ്യത്യാസം നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വീട്ടുകരം വർദ്ധിപ്പിച്ചു. നമ്മളൊക്കെ ഏപ്രിൽ മാസത്തിന് ശേഷം ഈ പുതിയ സാമ്പത്തിക വർഷത്തിൽ നിങ്ങളാരെങ്കിലും വില്ലേജ് ഓഫീസിൽ കരമടയ്ക്കാൻ പോയോ? ആരെങ്കിലും ഇത്തവണത്തെ കരമടയ്ക്കാൻ ആരെങ്കിലും വില്ലേജ് ഓഫീസിൽ പോയായിരുന്നോ? ഇത്തവണ വില്ലേജ് ഓഫീസിൽ നിങ്ങൾ കരമടയ്ക്കാൻ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വീട്ടുകരം വർദ്ധിപ്പിച്ചത് ഒറ്റയടിക്ക് 50%. സാധാരണ ഒരു ഗവൺമെൻറ്റൊക്കെ അധികാരത്തിൽ വരുമ്പോൾ ഒരു ഗവൺമെൻറ് ഒരു വർഷത്തിൽ ഒരു 5%, ഒരു 10% ഒക്കെ വർദ്ധിപ്പിക്കൽ സ്വാഭാവികമായിട്ടൊക്കെ വർദ്ധിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ ഗവൺമെൻറ് ഈ വർഷം, ഈ സാമ്പത്തിക വർഷം വൈദ്യുതി നമ്മുടെ വീട്ടുകരം നമ്മുടെ വീടിൻ്റെ കരം വർദ്ധിപ്പിച്ചത് ഒറ്റയടിക്ക് 50%. അതുപോലെ തന്നെ പെർമിറ്റ് ഫീസ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സാധാരണക്കാരൻ ഒരു വീട് പണിയുന്നു. സാധാരണക്കാരൻ വീട് പണിയാൻ നേരത്ത് ഒരു 1500 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പണിയാണെന്ന് വയ്ക്കുക. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 1500 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പണിയാൻ വേണ്ടി നിങ്ങൾ കൊടുക്കേണ്ടിയിരുന്നത് ഒരു 1500-1800 രൂപയാണ്. കൗൺസിലർക്ക് ഇവിടെ ഇരിക്കുന്നു, ശരിയല്ലേ? കൗൺസിലർക്ക് അറിയാം, 1500-1800 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1500 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിന് പെർമിറ്റ് കിട്ടും. അതേ സ്ഥാനത്ത് ഇന്ന് നിങ്ങൾക്ക് 1500 സ്ക്വയർ ഫീറ്റിന് ഒരു വീട് പണിയണമെങ്കിൽ, പെർമിറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ 15000 രൂപ ചുരുങ്ങിയത് അടയ്ക്കണം, ശരിയല്ലേ കൗൺസിലർ? 15000 രൂപ നിങ്ങൾ അടയ്ക്കണം. എന്ന് വെച്ചാൽ 10 മടങ്ങ് വർധനവാണ് അതിനകത്തുണ്ടായിരിക്കുന്നത്. എന്ന് വെച്ചാൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു, വെള്ളക്കരം വർദ്ധിപ്പിച്ചു, വീട്ടുകരം വർദ്ധിപ്പിച്ചു, കെട്ടിട നികുതി വർദ്ധിപ്പിച്ചു, പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചു. സർക്കാർ നമ്മളിൽ നിന്ന് ഈടാക്കുന്ന എല്ലാത്തിൻ്റെയും നിരക്ക് ഒരു തവണയല്ല, 2 തവണയല്ല, പലതവണ വർദ്ധിപ്പിച്ചു. ഇതെല്ലാം പോരാഞ്ഞിട്ട് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കേന്ദ്ര സർക്കാർ, നമുക്കറിയാം, കേന്ദ്ര സർക്കാർ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചക്കണക്കെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് അവിടെയുള്ളത്. അവിടെ കേന്ദ്ര സർക്കാർ കൂട്ടുന്നത് പോരാഞ്ഞിട്ട് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ഒരു വർഷം മാത്രം പെട്രോളിനും ഡീസലിനും സംസ്ഥാനത്ത്, നമ്മുടെ കേരളത്തിൽ വർദ്ധിപ്പിച്ചത് 2 രൂപയാണ്. എനിക്ക് കർണാടകയുടെയൊക്കെ ചുമതലയുണ്ട്, അപ്പോൾ അതുകൊണ്ട് കർണാടകയിലൊക്കെ പോകാറുണ്ട്. ഞാനൊരിക്കൽ മംഗലാപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് വരികയാണ്. മംഗലാപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് വരാൻ നേരത്ത് നമ്മുടെ കാസർഗോഡ് അതിർത്തി എത്താറായപ്പോൾ അവിടെ നമ്മുടെ ദേശീയപാതയുണ്ട്, എന്ന് വെച്ചാൽ ബോംബെ കൊച്ചി ഹൈവേ. ആ ഹൈവേയിൽ കാസർഗോഡ് അതിർത്തിയിൽ എത്താറാവുമ്പോൾ അവിടെ എല്ലാ പെട്രോൾ പമ്പിൻ്റെ മുമ്പിൽ ബോർഡ് വെച്ചിരിക്കുകയാണ്. എന്താ ബോർഡ് എന്നറിയാം? GV ഹരിയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാ പെട്രോൾ പമ്പിൻ്റെ മുമ്പിൽ ബോർഡ് വെച്ചിട്ടുണ്ട്, കേരളത്തിലേക്ക് പോയാൽ 7 രൂപ അധികം കൊടുക്കണം, അതുകൊണ്ട് ഇവിടുന്ന് അടിച്ചിട്ട് പോയിക്കോളാം. ഇത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഇപ്പം നമുക്ക് കാസർഗോഡ്, നമുക്ക് മംഗലാപുരത്ത് പോയി നമുക്ക് പെട്രോൾ അടിക്കാൻ പറ്റില്ല. നമുക്ക്
ആഴ്ചയിൽ നമുക്ക് കോയമ്പത്തൂർ പോയി നമുക്ക് ഡീസൽ അടിക്കാൻ പറ്റൂലല്ലോ. ഞാനും നിങ്ങളും ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കർണാടകയിലും തമിഴ്നാട്ടിലുമൊക്കെ അവിടെയുള്ള ആളുകൾ കൊടുക്കുന്നതിനേക്കാൾ 1 ലിറ്ററിന് 6-7 രൂപ പെട്രോളിനും ഡീസലിനും കൊടുക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഈ നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇത്രയധികമായിട്ട് ഇതെല്ലാം വർദ്ധിപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നമുക്ക് സ്ത്രീകൾക്കൊക്കെ അറിയാം, നമ്മളെല്ലാവരും വീടിൻ്റെ കണക്ക്, വീട്ടിലെ ഒരു മാസത്തെ ചിലവൊക്കെ അത്യാവശ്യം നോക്കുന്നവരാണല്ലോ. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുകയാണ്. കഴിഞ്ഞ മാസം നിങ്ങൾക്ക് ഒരു മാസത്തിൽ നിങ്ങളുടെ ഒരു ചിലവ് നിങ്ങൾ എഴുതി വെച്ചേ, നിങ്ങൾ കഴിഞ്ഞ മാസം ചിലവ് ചെയ്യേണ്ടി വരുന്ന തുകയും ഈ മാസം ചിലവ് ചെയ്യേണ്ടി വരുന്ന തുകയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. അതായത് ഓരോ മാസത്തെ നിങ്ങൾ വീട്ടിലേക്ക് മേടിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വില എഴുതി വെച്ചാൽ ഓരോ മാസവും എത്ര രൂപയാണ് നമ്മൾ അധികമായിട്ട് കൊടുക്കേണ്ടി വരുന്നത്, നമ്മൾ ചിലവഴിക്കേണ്ടി വരുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത്രയധികമായിട്ട് വിലക്കയറ്റം രൂക്ഷമായി സാധാരണക്കാർ ജീവിക്കാൻ പാടുപെടുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സർക്കാർ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന എല്ലാം ഇങ്ങനെ വർദ്ധിപ്പിച്ചു, എല്ലാത്തിൻ്റെയും വർദ്ധിപ്പിച്ചു, പലതവണ വർദ്ധിപ്പിച്ചു. അപ്പം നമ്മൾ അങ്ങോട്ട് വർദ്ധിപ്പിക്കുന്ന കൂട്ടത്തിൽ വർദ്ധിക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതും കൂടെ വർദ്ധിക്കുകയാണെങ്കിൽ ഈ കണക്കൊക്കെ നമുക്ക് ഒപ്പിക്കാം. ഈ കണക്ക് ശരിയാണെന്ന് പറയാം, ഇല്ലേ? അങ്ങോട്ട് കൊടുക്കുന്നതൊക്കെ കൂടുന്നുണ്ട്, എന്നാൽ പിന്നെ ഇങ്ങോട്ട് കിട്ടുന്നതും കൂടെ കൂടുകയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷേ ഇങ്ങോട്ട് കിട്ടുന്ന എന്തെങ്കിലും കൂടുമോ? ഇങ്ങോട്ട് കിട്ടുന്ന എന്തെങ്കിലും കൂടുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കണ്ടു. എന്താണ്? എല്ലാ വാഗ്ദാനങ്ങളും നടപ്പിലാക്കിയെന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞത് LDFിൻ്റെ എല്ലാ വാഗ്ദാനവും നടപ്പിലാക്കി. അപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ക്ഷേമ പെൻഷൻ്റെ കാര്യമാണ്. ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുമെന്നാണ് പ്രകടന പത്രികയിൽ പറഞ്ഞത്. അത് സർക്കാരിൻ്റെ അവസാന നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു, അവസാനത്തെ ബഡ്ജറ്റും എല്ലാം കഴിഞ്ഞു. അത് 2500 ആയില്ല എന്ന് മാത്രമല്ല, ആ 1600 1 രൂപ കൂടിയില്ല എന്ന് മാത്രമല്ല, ആ കിട്ടിക്കൊണ്ടിരുന്ന 1600 കൂടി ചെയ്യാണ്. ക്ഷേമ പെൻഷൻ കൂടിയില്ല, നമുക്ക് കിട്ടുന്നതാണ്, നമുക്ക് കിട്ടുന്നൊന്നും കൂടിയിട്ടില്ല. ക്ഷേമനിധിയിൽ ഏതെങ്കിലുമൊക്കെ ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അറിയാം, കേരളത്തിൽ 32 ക്ഷേമനിധികളിലായിട്ട് ഏതാണ്ട് 90 ലക്ഷം ആളുകളുണ്ട്. അതിൽ ഏകദേശം 35 ലക്ഷം വരുന്ന ആളുകളുടെ ആനുകൂല്യങ്ങളെല്ലാം കുടിശ്ശികയായിട്ട് കിടക്കുകയാണ്. ചിലത് 8 മാസം, ചിലത് 10 മാസം, ചില ക്ഷേമനിധികളിൽ 18 മാസം വരെ കുടിശ്ശികയാണ്. എന്ന് വെച്ചാൽ ചികിത്സാ സഹായം കിട്ടൂല, വിദ്യാഭ്യാസ ധനസഹായം കിട്ടൂല, പ്രസവാനുകൂല്യം കിട്ടൂല, അങ്ങനെ ഓരോ ആനുകൂല്യങ്ങളും ക്ഷേമനിധി വഴി കിട്ടൂല. ആശുപത്രി ചെന്നാൽ മരുന്നില്ല. ഞാൻ നേരത്തെ വിലക്കയറ്റത്തിൻ്റെ കാര്യം പറഞ്ഞു. വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ സാധാരണക്കാരൻ്റെ ആശ്രയം എന്താണ്? സാധാരണക്കാരൻ്റെ ആശ്രയം സപ്ലൈകോയിൽ പോയി എന്തെങ്കിലും കുറച്ച് സബ്സിഡി നിരക്കിൽ മേടിക്കാമെന്നാണ്. സപ്ലൈകോയിൽ ചെന്നാൽ സബ്സിഡി സാധനങ്ങൾ എന്തെങ്കിലും കിട്ടുമോ? സപ്ലൈകോയിൽ ചെന്നാൽ അതും കിട്ടൂല. അങ്ങനെ എല്ലാം താറുമാറായി. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന എല്ലാം പല മടങ്ങ് വർദ്ധിക്കുകയും നമ്മൾക്ക് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒന്നും വർദ്ധിച്ചില്ല എന്ന് മാത്രമല്ല, കിട്ടിക്കൊണ്ടിരുന്നത് വരെ കുടിശ്ശികയായിട്ടുള്ള, അല്ലെങ്കിൽ അതൊക്കെ മുടങ്ങിപ്പോയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം കാരുണ്യ പദ്ധതിയൊക്കെ. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, ഒരു സാധാരണക്കാരന് ഒരു ഹൃദ്രോഗം വന്നാൽ, ഒരു ക്യാൻസർ രോഗം വന്നാൽ, അല്ലെങ്കിൽ ഒരു കരളുമായി ബന്ധപ്പെട്ടൊരു അസുഖം വന്നാൽ ഒരു വെള്ള പേപ്പറിൽ ഒരു അപേക്ഷ എഴുതി നിങ്ങൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് ചെന്ന് കൊടുത്താൽ അപ്പോൾ തന്നെ 3 ലക്ഷം രൂപ വരെ അനുവദിച്ച് കിട്ടുന്ന കാരുണ്യ പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നൊരു നാടാണിത്. ഇന്ന് അതൊക്കെ അട്ടിമറിച്ചു. ചികിത്സാ സഹായം ആർക്കും കിട്ടൂല. സാധാരണക്കാരൻ എന്ത് ചെയ്യും? അപ്പോൾ ഇത്രയധികമായി സാധാരണക്കാരൻ്റെ ജീവിതം ദുരിതമായിട്ടുള്ള ഒരു കാലഘട്ടം കേരളത്തിൻ്റെ ചരിത്രത്തിൽ മുൻപെങ്ങും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കറിയാം ആശാവർക്കർമാർ സമരം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് സമരം ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് അവർക്ക് 700 രൂപ കൂലി കൊടുക്കുന്നു, ദിവസക്കൂലി. ഇപ്പോൾ ആ പ്രകടന പത്രികയിൽ, LDFിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ് 700 രൂപ കൂലി ചോദിച്ച് ആശാവർക്കർമാർ സമരം ചെയ്യുമ്പോൾ അവർക്കെതിരെ അധിക്ഷേപം, അവർക്കെതിരെ എല്ലാ തരത്തിലുമുള്ള ഉപദ്രവങ്ങൾ. ഇത്ര സാധാരണക്കാരൻ അല്ലെങ്കിൽ ജനങ്ങളെ ബാധിക്കുന്ന, ഇതുപോലുള്ള ജനവിഭാഗങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിലൊക്കെ പൂർണ്ണമായിട്ടും മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സർക്കാർ. ഞാൻ ദീർഘിപ്പിച്ചു പോകുന്നില്ല, ഇവിടെ മറ്റ് നേതാക്കന്മാരുണ്ട്. ഞാൻ 2 കാര്യങ്ങളും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ നാട് നമുക്കറിയാം, മലയോര മേഖലയിൽ
മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മൾക്ക് വിവരിച്ചാൽ തീരില്ല. ഇന്നിപ്പോൾ നമ്മുടെ ഈ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ തന്നെ മലയോര മേഖലയിൽ കരടി ഇറങ്ങിയെന്നാണ് പറയുന്നത്. ഇത്രയും കാലം ആനയും പുലിയും ഒക്കെ ആയിരുന്നു, ഇപ്പോൾ കരടിയും കൂടി ഇറങ്ങി. അതെ, അപ്പോൾ അങ്ങനെ മലയോര മേഖലയിൽ ജനങ്ങൾ ജീവിക്കാൻ പാടുപെടുകയാണ്. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിട്ടേക്ക്. ഇവിടെ വിലക്കയറ്റത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു, സർക്കാർ ഇതിൻ്റെ എല്ലാം വില വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചു, ജനങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതാവുന്നതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. പക്ഷേ ഞാൻ പറയട്ടെ, ഈ ഗവൺമെൻറ് കഴിഞ്ഞ 9 വർഷത്തിൽ ഈ നമ്മുടെ കേരള സംസ്ഥാനത്തുണ്ടാക്കിയ ഏറ്റവും വലിയ ദുരന്തം ഈ നാടിനെ ലഹരിയുടെ താവളമാക്കി മാറ്റിയെന്നുള്ളതാണ്. നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള അക്രമങ്ങളും കൊലപാതകങ്ങളും, ഒരു തലമുറയുടെ മസ്തിഷ്കത്തെ തന്നെ കാർന്നു തിന്നുന്ന മഹാവിപത്ത്, ആ ലഹരി മാഫിയ നമ്മുടെ നാട്ടിൽ അഴിഞ്ഞാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിലെ സ്ത്രീകൾക്കും അമ്മമാർക്കും അല്ലെങ്കിൽ കുട്ടികൾക്കുമൊക്കെ ആർക്ക് വേണമെങ്കിലും മനസമാധാനത്തോടുകൂടി സ്വന്തം വീട്ടിൽ കടന്നുറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം എത്തിയിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആരെ വേണമെങ്കിലും കൊല്ലാം, എന്ത് തരത്തിലുള്ള അക്രമം വേണമെങ്കിലും നടത്താം. ഇതെങ്ങനെ സാധിക്കുന്നു? ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു ലഹരി മാഫിയയോടെ പ്രവർത്തിക്കുകയാണ്. എന്തുകൊണ്ട് ഈ ലഹരി മാഫിയ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. ഒരു 15 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു 20 കൊല്ലം, ഒരു 15-20 കൊല്ലം മുമ്പ് നമ്മുടെയൊക്കെ നാട്ടിൽ വ്യാജ സ്പിരിറ്റ് വ്യാപകമായിരുന്നു അല്ലേ? കള്ളച്ചാരായം വ്യാജ സ്പിരിറ്റ് വ്യാപകമായിരുന്നു. എങ്ങനെ അത് ഇല്ലാണ്ടായി? ഇപ്പം അതില്ല. എങ്ങനെ അതില്ലാണ്ടായി? മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ആ കള്ള സ്പിരിറ്റ്, വ്യാജ സ്പിരിറ്റ് മാഫിയക്കെതിരായി ശക്തമായ പ്രതിരോധം തീർത്തതിൻ്റെ ഫലമായി നമ്മൾ ആ വ്യാജ സ്പിരിറ്റ് മാഫിയയെ ഈ നാട്ടിൽ നിന്ന് ഇല്ലാണ്ടാക്കി. അങ്ങനെ ഒരു സർക്കാർ വിചാരിച്ചാൽ, ഒരു ഭരണ സംവിധാനം വിചാരിച്ചാൽ ഈ മയക്കുമരുന്ന് മാഫിയ ഇല്ലാണ്ടാക്കാൻ സാധിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഗവൺമെൻറ് ഈ ലഹരി മാഫിയക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ ലഹരി മാഫിയ കയറൂരി വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ അധികം പ്രസംഗിക്കേണ്ട കാര്യമില്ല. എനിക്ക് പ്രസംഗിക്കാൻ മാത്രമേ അറിയുള്ളൂ. പ്രസംഗിക്കുകയും പാടുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട രമ്യ ഹരിദാസ് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നമ്മുടെ പ്രിയങ്കരിയായ മുൻ MP ശ്രീമതി രമ്യ ഹരിദാസിനെ ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞാൻ. അപ്പോൾ ഈ ലഹരി മാഫിയയെ ഇത്രയധികമായിട്ട് കയറൂരി വിട്ടിട്ടുള്ളൊരു ഗവൺമെൻറ് നമ്മുടെ നാടിനെ തന്നെ, ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കുന്ന നടപടികളിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രയാസങ്ങൾക്ക്, കേരളം അനുഭവിക്കുന്ന ഈ ദുരിതങ്ങൾക്ക് ഒരറുതി വരേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കേരളം ഒരു മാറ്റം അർഹിക്കുന്നുണ്ട്. ആ മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ മുമ്പിലുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയാണ്. അതുകൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ ജനങ്ങളുടെ മുമ്പിൽ വോട്ട് ചോദിച്ചു കടന്നു വരുന്നത്. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെ ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കാലാവധി അവസാനിക്കാനായിട്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു തുടക്കമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഈ സർക്കാരിൻ്റെ ഒടുക്കത്തിൻ്റെ തുടക്കമാണ്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വലിയേറെ പ്രാധാന്യത്തോടു കൂടി ഞങ്ങളെല്ലാവരും കാണുന്നത്. കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരും ഇതുപോലെ എല്ലാ യോഗങ്ങളിലും ഒക്കെ പങ്കെടുക്കാൻ, വീടാന്തരം കയറി ഇറങ്ങി പ്രചരണം നടത്താൻ പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി വോട്ട് ചോദിച്ച് കടന്നു വരുന്നുവെന്ന് പറഞ്ഞാൽ കേരളം ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന ഈ ദുരവസ്ഥയിൽ നിന്നും കരകയറ്റാൻ വേണ്ടി, ഈ നാടിനെ മോചിപ്പിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ പോരാട്ടത്തിൽ നിങ്ങളെല്ലാവരും അണിചേർന്നു. നിങ്ങളെല്ലാവരും ആര്യാടൻ ഷൗക്കത്തിന് ബാപ്പുട്ടിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായി വന്നവരാണെന്ന് ഞങ്ങൾക്കറിയാം. കാരണം അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങളോട് വന്ന് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ബാപ്പുട്ടിക്ക ഇവിടെ പഞ്ചായത്ത് മെമ്പറും അല്ലേ, ഈ വാർഡിലെ പഞ്ചായത്ത് മെമ്പറും പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്ന നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾ അടുത്തറിയുന്ന ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യണമെന്ന് അങ്കമാലിയിൽ നിന്ന് ഞാനിവിടെ വന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞങ്ങളിവിടെ വന്നത് നിങ്ങളുടെ വോട്ട് മാത്രം ചോദിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ ഉത്തരവാദിത്വം, നിങ്ങൾ ഇവിടെ ഈ വാർഡിലുള്ള നിങ്ങളുടെ ബന്ധത്തിലും പരിചയത്തിലും സൗഹൃദത്തിലും ഒക്കെയുള്ള മുഴുവൻ ആളുകളോടും നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പുട്ടിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കണം, വോട്ട് ചോദിക്കണം. അങ്ങനെ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം അത് നിലമ്പൂരിൻ്റെ ചരിത്രത്തിലെ ഒരു റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്
ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF.